ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് പ്രേക്ഷകർക്ക് നമസ്കാരം. മനോഹരമായ ഞങ്ങളുടെ ഈ സംഗീത വേദിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെൽക്കം ടു ഇന്ത്യൻ മ്യൂസിക് ലീഗ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. ജില്ലകൾ ഈ വേദിയിൽ മത്സരിക്കുന്നു. ആബ്സല്യൂട്ട്ലി സ്പെക്ടാക്കുലർ ആയ ഒരു സമ്മാനത്തിന് വേണ്ടി. ആൻഡ് ഈ ഓരോ ജില്ലകളും ജയിക്കണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന 14 ടീം ക്യാപ്റ്റൻസും നമ്മളുടെ കൂടെ ഈ യാത്രയിലുണ്ട്. ആ 14 പേരെ തന്നെ ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം ടു ആ വണ്ടർഫുൾ എപ്പിസോഡ്. വെൽക്കം ഗൈസ്. നമുക്ക് സ്വാഗതം ചെയ്യാം വൺ ഓഫ് ദ ഫൈനസ്റ്റ് ജഡ്ജിംഗ് പാനൽസ് ഓൺ എ റിയാലിറ്റി ഷോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാദ്യമായി ഒരു റിയാലിറ്റി ഷോ ജഡ്ജായി എത്തുന്നു സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ഡയറക്ടേഴ്സ്. ലെറ്റ്സ് വെൽക്കം വിദ്യാസാഗർ. മലയാളത്തിന്റെ അഭിമാനമായ നമ്മളുടെ വാനമ്പാടിയായ ലെറ്റ്സ് വെൽക്കം പത്മശ്രീ കെ.എസ്. ചിത്ര. ശരത് കണ്ണരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ. പഴയ പാട്ട് കേട്ടതിന്റെ ആ ഒരു ഭാവം തീർച്ചയായിട്ടും. കണ്ണരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോ വ്യത്യസ്തമായ ഒരു വോയിസ് ആ മരത്തിൻ പൂന്തണലിൽ. ഇതിന്റെ കൺട്രോളുള്ള ഒരു പാട്ടാണ്. ഇറ്റ്സ് എ ഗുഡ് സെലക്ഷൻ. ഇപ്പോഴാണ് മഹാസംഭവം. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. താജ്മഹൽ പോലൊരു പാട്ട്. അമ്മായല്ലേ ഈ ഒരു പാട്ട് എന്റെ കല്യാണത്തിന് ശേഷമായി പോയി എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. His playing was amazing. ഇനി കൂടുതൽ സംസാരിച്ച് സമയമൊന്നും കളയുന്നില്ല. കോമ്പറ്റീഷൻ ആണ്. ആദ്യത്തെ റൗണ്ട് നാടകഗാനം. ആദ്യത്തെ ടീം ക്യാപ്റ്റൻ വയനാട്. അജാവ് അജാവ്. ഇഷാൻ ദേവ് ആണ് വയനാടിന്റെ ടീം ക്യാപ്റ്റൻ. ആൻഡ് വയനാട് ഏറ്റവും ലോവസ്റ്റിൽ നിന്ന് 3-ാം സ്ഥാനത്താണ്. അതെ, അത് കുഴപ്പമില്ലാത്തൊരു സ്ഥാനമാണ്. ഏറ്റവും ലോവസ്റ്റ് അല്ലല്ലോ. എറണാകുളം ജില്ലയുടെ ഗതികേട് കഴിഞ്ഞ വർഷം നമുക്കൊക്കെ അറിയാം. പക്ഷെ എലിമിനേഷൻ ഒന്നും ഇല്ലാതെ ഇത്തവണ കുഴപ്പമില്ല അല്ലെ? ഇത്തവണ നമ്മളൊന്ന് പച്ച പിടിക്കും. പക്ഷെ അതിനെക്കാട്ടും പച്ച പിടിക്കണം വയനാട്. ഉറപ്പായിട്ടും. നാടകഗാനം എന്ന റൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിനൊരു പാട്ടുകാരനെ ഞങ്ങൾക്ക് തരുമോ? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. KPSCയുടെ വളരെ ഫേമസ് ആയ നാടകം. നാടകഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒഴിച്ചുവിടാൻ കേരളക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടകഗാന ശാഖയ്ക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭാവന നൽകിയ KPSCയും ദേവരാജൻ മാസ്റ്റർ ആൻഡ് ഒരു വളരെ വലിയ ഒരു മഹത്തരമായ കമ്പോസിംഗ്, ഒരുപാട് മെസ്സേജസ് ഉള്ള ഒരു സോങ്. അത് പ്രസന്റ് ചെയ്യാൻ എന്റെ ടീമിലെ പ്രവീൺ സേവ്. അടുത്ത ഒരു ബെല്ലോടുകൂടി ഈ നാടകം ഇവിടെ ആരംഭിക്കുന്നു. KPSCയുടെ 2ാമത്തെ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അതിനു മുമ്പ് എന്റെ മകനാണ് ശരി എന്നൊരു നാടകം KPSC അവതരിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി പാട്ടുകൾ എഴുതിയിരുന്നത് അന്നത്തെ പ്രസിദ്ധ യുവകവി, അന്ന് യുവകവിയായിരുന്ന പുനലൂർ ബാലനായിരുന്നു. 2ാമത്തെ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഇതിലേക്ക് പാട്ട് എഴുതാനും പാട്ട് ട്യൂൺ ചെയ്യുവാനുമാണ് ദേവരായ മാഷിനെയും OMV കുറുപ്പ് സാറിനെയും ക്ഷണിക്കുന്നത്. അതിലേറ്റവും പ്രസിദ്ധമായ ഗാനം ഇപ്പം പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ എല്ലാവരും ഇന്നും പാടി നടക്കുന്ന പാട്ടാണ്. ഈ പാട്ട് ശരിക്കും ആ നാടകത്തിന് വേണ്ടി എഴുതിയതല്ല. ഇരുളിൽ നിന്നൊരു ഗാനം എന്ന പേരിൽ ഒരു കവിതയായി പ്രസിദ്ധീകരിച്ചതാണ്. അക്കാലത്ത് കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കേരളം എന്ന് പറയുന്ന പുരോഗമന പത്രം, അതിന്റെ പത്രാധിപർ വൈക്കം ചന്ദ്രശേഖരൻ നായർ അദ്ദേഹമായിരുന്നു. ആ പത്രത്തിന്റെ ഒരു വാരാന്ത്യ പതിപ്പിൽ ഇരുളിൽ നിന്നൊരു ഗാനം എന്ന പേരിൽ ഒരു കവിതയായിട്ടാണ് ഈ പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ എന്ന ഗാനം വരുന്നത്.
പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. പുൽക്കുടിലിൻ പൊൻകനിയ കൊച്ചുറാണിയാളെ കൺകുളിരെ നനക്കു വേണ്ടി നമ്മളൊന്നു പാടാം നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടിവരും നേരം എന്തിനാണ് എൻ കരളെ നൊന്തുപോണൻ കള്ളി എൻ കരളെ കൺകുളിരെ എൻ കരളെ കൺകുളിരെ എൻ കരളെ കൺകുളിരെ നിന്നെയോർത്തു തന്നെ പാടുകയാണൻ കരൾ പോരാടുമെൻ കരങ്ങൾ പോരാടുമെൻ കരങ്ങൾ. ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ തോളൊടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ നേരുനേഴും പോരിൽ എൻ കരളിൻ പൊൻകുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ കാട്ടുകാരനല്ലോ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു പർട്ടിക്കുലർ ഒരു നൊസ്റ്റാൾജിയാണ്. നാടകഗാനം എന്ന് പറയുമ്പോൾ ഇഷാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സോങ്സ് ആണ് അല്ലെ. അത്രയും പോപ്പുലർ ആയിരുന്നു ആ നാടകവും അതിലെ പാട്ടുകളും. ഇനി ജഡ്ജസ് പറയും ഈ ഒരു വയനാട്ടിലെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. ചിത്ര ചേച്ചി അസലായിട്ട് പാടി. നല്ലൊരു എന്താ പറയണ്ട പഴയ പാട്ട് കേട്ടതിന്റെ ആ ഒരു ഭാവം തീർച്ചയായിട്ടും കൊണ്ടുവന്നു. ചെറിയ ചെറിയ സംഗതികളുടെ ചെറിയൊരു വ്യത്യാസം ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് തോന്നി, പല്ലവിയിൽ എസ്പെഷ്യലി. അതൊഴികെ ബാക്കിയൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. I like his voice texture. വ്യത്യസ്തമായ ഒരു വോയിസ് ആണ്. ആൻഡ് when he sang in the high range അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. He had a good range. മേലെ പാടുമ്പോൾ കൂടെ he had a good range and it was a good performance. All the very best. Praveen Sev. Thank you, sir. So simple and uncomplicated. This has become. Sharat sir. പ്രവീൺ പാടിയത് കുറെ ഇഷ്ടമായി കേട്ടോ. എന്താ പ്രത്യേകിച്ച് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പ്രവീൺ സേവ് പാടിയത് എല്ലാവരുടെ മനസ്സിൽ ഈ പാട്ട് സേവ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. പ്രവീൺ സേവിന്റെ ഫുൾ പേരെന്താ? ഫുൾ പേരില്ലേ? ഇത് സേവ് ചെയ്തു. ഇത് സേവ് ചെയ്തു. പ്രവീൺ സേവ് ഫുൾ സ്റ്റോപ്പ്. മാർക്സ് എത്രയാണ് ജഡ്ജസിൽ നിന്നും ചോദിക്കാൻ. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അവർ പറഞ്ഞത്. സോ ഐ എം തിങ്കിങ് വയനാട് ജില്ലക്ക് പച്ച പിടിപ്പിക്കാൻ സമയമായി. അല്ല, പച്ച പിടിക്കാൻ സമയമായി. ശരത്ത് 8.5. ചിത്ര ചേച്ചി 8.5. വീണ്ടും. വിദ്യാജി
8 on 10 total marks 25. സൂപ്പർ ജോബ് പ്രവീൺ സേവ്. ആ പേരിലാണ് കുങ്കുമാതി ഇരിക്കുന്നത്. ഇനി എന്താ വേണ്ടേ വയനാടിന്? വയനാടിന് കുറച്ച് SMS ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് വയനാട് ജില്ലയ്ക്ക് SMS ന്റെ ഫോർമാറ്റ് IML സ്പേസ് WYD അല്ലേ? അതെ അതെ. All right, and I can the number 9544024012.